എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ഞങ്ങളിവിടെ സുഖമായിരിക്കുന്നു. അപ്പോൾ ഞാനിന്ന് വന്നിരിക്കുന്നത് ഒരു സിമ്പിൾ പുലാവിൻ്റെ റെസിപ്പി ആയിട്ടാണ്. അതായത് കാശ്മീരി പുലാവ്. കാശ്മീരി പുലാവിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുട്ടികൾക്ക് പ്രിയപ്പെട്ട ഒരു പുലാവാണ്. കാരണം അതിൽ കൂടുതൽ ഫ്രൂട്ട്സും നട്ട്സാണ് ഉപയോഗിച്ചിരിക്കുന്നത്. വളരെ എളുപ്പത്തിൽ നമുക്ക് തയ്യാറാക്കാൻ പറ്റും. ഇതിൻ്റെ വേറൊരു വെർഷൻ വീഡിയോ ഓൾറെഡി ചെയ്തിട്ടുണ്ട്, സിമ്പിൾ പുലാവ് എന്ന് പറഞ്ഞിട്ട് കുക്കറിൽ. ഇതും ഞാൻ കുക്കറിൽ തന്നെയാണ് തയ്യാറാക്കിയിരിക്കുന്നത്. അപ്പോൾ ദീപാവലി അല്ലേ, അപ്പോൾ ദീപാവലിക്ക് ഞാൻ ഓൾറെഡി കുറേ സ്വീറ്റ്സ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇന്നും സ്വീറ്റ്സ് വേണ്ടാന്ന് വെച്ചിട്ടാണ് പുലാവായിട്ട് വന്നിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ എല്ലാവരും തയ്യാറാക്കി നോക്കുക. പിന്നെ കഴിഞ്ഞ വ്യാഴാഴ്ചയിലത്തെ വീഡിയോ ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ട്, എന്ത് പറ്റി, ഭയങ്കര സ്പീഡാണല്ലോ, അതുപോലെ തന്നെ ഇൻട്രൊഡക്ഷൻ ഇല്ലല്ലോ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരുപാട് പേർക്ക് അറിയില്ല എന്ന് തോന്നുന്നു. ഞാനിപ്പോൾ ഒരു മാസമായിട്ട് എല്ലാ വ്യാഴാഴ്ചയും ഷോർട്ട് വീഡിയോസ് ആണ് ചെയ്യുന്നത്. അതായത് ഇൻട്രൊഡക്ഷൻ ഉണ്ടാവില്ല, അതുപോലെ തന്നെ ബിഹൈൻഡ് ദ സീൻ ഉണ്ടാവില്ല, കുറച്ച് സ്പീഡിലായിരിക്കും പറയുന്നുണ്ടാവുക. അപ്പോൾ മാത്രമല്ല ഇപ്പോൾ ദീപാവലി ആയതുകൊണ്ട് ലീവാണ്. അപ്പോൾ പിള്ളേർ വീട്ടിലുള്ളതാണ് ഇന്നത്തെ വീഡിയോ കുറച്ച് സ്പീഡിലാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ മനസ്സിലാവുമെന്ന് വിശ്വസിക്കുന്നു. എല്ലാവർക്കും ഒരു അടിപൊളി ദീപാവലി ആശംസിക്കുന്നു. അപ്പോൾ ഒട്ടും താമസിച്ചിട്ട് നമുക്ക് എങ്ങനെയാണ് ടേസ്റ്റി ആയിട്ടുള്ള കാശ്മീരി പുലാവ് തയ്യാറാക്കാം എന്ന് നോക്കിയിട്ട് വരാം. ഓക്കെ, വീനാസ് കറിവിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് ലഭിക്കുന്നതിനായി ബെൽ ബട്ടണിൽ ഓൾ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് കാശ്മീരി പുലാവ് ഉണ്ടാക്കാൻ തുടങ്ങാം. അതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ കുറച്ച് ഐറ്റംസ് ഒക്കെ റെഡിയാക്കി വെക്കണം. ആദ്യം തന്നെ എന്താ വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ കാശ്മീരി പുലാവ് എന്ന് പറയുമ്പോൾ അതിലത്തെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ് സാഫ്രോൺ, അതായത് കുങ്കുമപ്പൂവ്. അപ്പോൾ കുങ്കുമപ്പൂ നിങ്ങളുടെ അടുത്ത് ഇല്ല എന്നുണ്ടെങ്കിൽ ആ സ്റ്റെപ്പ് ഒഴിവാക്കാം. പക്ഷേ കുങ്കുമപ്പൂവ് ഉണ്ട് എന്നുണ്ടെങ്കിൽ എന്തായാലും എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു 1/4 ഗ്ലാസ് പാലെടുക്കുക. ഈ പാൽ നല്ല ചൂടുള്ള പാലാണ്. പാലിലോട്ട് നമുക്ക് കുറച്ച് കുങ്കുമപ്പൂ ഇട്ട് അങ്ങ് മിക്സ് ചെയ്ത് വെക്കണം. അതായത് ആ മഞ്ഞ കളർ വരണം. അതാണ് ഈ പുലാവിൻ്റെ പ്രത്യേകത. ഓക്കെ, അതേസമയം നിങ്ങളുടെ അടുത്ത് ഇപ്പോൾ സാഫ്രോൺ ഇല്ല എന്നുണ്ടെങ്കിൽ അതിലേക്ക് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ റോസ് വാട്ടർ ഉപയോഗിച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്യാം. അതില്ലെങ്കിൽ സാധാരണ രീതിയിൽ ഒരു എസൻസും ചേർക്കാണ്ട് തന്നെ നമുക്ക് ഉണ്ടാക്കാം. ഓക്കെ, അപ്പോൾ ഞാനിപ്പോൾ ഇതിലേക്ക് കുറച്ച് കുങ്കുമപ്പൂ ഇട്ട് വെക്കാൻ പോവാണ്. അപ്പോൾ കുങ്കുമപ്പൂവിൻ്റെ ബോക്സിൽ നിന്ന് കുറച്ച് കുങ്കുമപ്പൂ നമുക്ക് ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. കുറച്ച് നേരം അങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കുക. അതിന് ശേഷം അങ്ങ് മാറ്റി വയ്ക്കുക. കുറച്ച് കഴിയുമ്പോഴേക്കും ഇരുന്ന് സോക്ക് ആകുമ്പോഴേക്കും നല്ല കളർ അങ്ങ് വന്നോളും. ഇനി നമുക്ക് എന്താ വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, കുറച്ച് നട്ട്സ്. അപ്പോൾ ഞാനിവിടെ എടുത്തിരിക്കുന്നത് കുറച്ച് അണ്ടിപ്പരിപ്പ്, അതുപോലെ തന്നെ കുറച്ച് ബദാം. അപ്പോൾ നിങ്ങളുടെ അടുത്ത് വാൾനട്ട് ഉണ്ടെങ്കിൽ വാൾനട്ട് ഉപയോഗിക്കാം. ഏതൊക്കെ നട്ട്സ് ഉണ്ടോ അതൊക്കെ ഉപയോഗിക്കാം. പക്ഷേ ഒരുപാടൊന്നും വേണ്ട കേട്ടോ. ഏതെങ്കിലും 2-3 ഐറ്റം ഉപയോഗിച്ചാൽ മതി. അതെടുത്ത് മാറ്റി വയ്ക്കാം. പിന്നെ അതിലേക്കുള്ള സ്പൈസസ്, ഒരു കറുകപ്പട്ട, അതുപോലെ തന്നെ 2 ഗ്രാമ്പൂ, 2 ഏലക്കായ, പിന്നെ ബേ ലീവ്സ് ഉണ്ടെങ്കിൽ ബേ ലീവ്സ് ഒരെണ്ണം ഉപയോഗിക്കാം. അതുപോലെ തന്നെ തക്കോലം വേണമെങ്കിൽ തക്കോലം ഉപയോഗിക്കാം. പക്ഷേ ഒരുപാട് സ്പൈസസ് ഞാൻ ഇഷ്ടപ്പെടാത്തത് കൊണ്ട് ഇത്ര ഉപയോഗിക്കുന്നുള്ളൂ. പിന്നെ അതുപോലെ തന്നെ ഇതിലേക്ക് വേണ്ടിയിട്ടുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇൻഗ്രീഡിയൻ്റ് എന്ന് പറഞ്ഞാൽ സവാളയാണ്. സവാള നമുക്ക് പൊരിച്ച് ചേർക്കാനുള്ളതാണ്. അത് നമുക്ക് ഒരു സവാള ഇതേപോലെ നീളത്തിലങ്ങ് അരിഞ്ഞു വയ്ക്കുക. പിന്നെ നമുക്ക് വേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഫ്രൂട്ട്സ്. ഇപ്പം ഞാനിവിടെ മാതള എടുത്തിട്ടുണ്ട്, അതുപോലെ തന്നെ ആപ്പിൾ എപ്പോഴും നമ്മൾ ആ സമയത്ത് അരിഞ്ഞ് ചേർത്താൽ മതി, അല്ലെങ്കിൽ അതിൻ്റെ കളർ മാറും. പിന്നെ കുറച്ച് പൈനാപ്പിൾ. ഫ്രൂട്ട്സ് ആണെങ്കിൽ നിങ്ങൾക്ക് താല്പര്യമുള്ള ഫ്രൂട്ട്സ് ഉപയോഗിക്കാം. പക്ഷേ ഇതാണ് ഞാൻ ബേസിക്കലി ഉപയോഗിക്കാറുള്ളത്. ഞാനിപ്പോൾ ഇവിടെ 1 ഗ്ലാസ് അരിയുടെ കണക്കാണ് പറയുന്നത്. 1 ഗ്ലാസ് അരി ആദ്യം തന്നെ ഒരു 30 മിനിറ്റ് മുമ്പ് തന്നെ വെള്ളത്തിലിട്ട് വെച്ചേക്കാം. അതിനുശേഷം ഒരു അരിപ്പയിലോട്ട് മാറ്റി വെള്ളമൊക്കെ കളഞ്ഞ് വെച്ചിരിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് റെഡിയാക്കാൻ തുടങ്ങാം. ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ നട്ട്സ് ഉണ്ടല്ലോ, നട്ട്സും അതുപോലെ തന്നെ കിസ്മിസും ഒന്ന് റോസ്റ്റ് ചെയ്യണം. അതിനുവേണ്ടി ഒന്നില്ലെങ്കിൽ നിങ്ങൾക്ക് ഓയിൽ ഉപയോഗിക്കാം, അല്ലെങ്കിൽ ബട്ടർ ഉപയോഗിക്കാം, അതല്ലെങ്കിൽ ഗീ ഉപയോഗിക്കാം. ഞാനിപ്പോൾ ഇതിലോട്ട് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കാൻ പോവുകയാണ്. പക്ഷേ വെളിച്ചെണ്ണ ഉപയോഗിക്കരുത് കേട്ടോ ഈ കാശ്മീരി പുലാവ് ഉണ്ടാക്കുമ്പോൾ. അപ്പോൾ ഈ ഓയിലൊന്ന് ചൂടാവട്ടെ. എണ്ണ ചൂടായിട്ടുണ്ട്. നമുക്ക് അതിലോട്ട് ഞാനിപ്പോൾ ഒരു 5 ബദാമാണ് എടുത്തിരിക്കുന്നത്. അതിൻ്റെ തൊലിയെല്ലാം കളഞ്ഞ് ഇതേപോലെ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്, ഇട്ട് കൊടുക്കുക. അതുപോലെ തന്നെ കുറച്ച് അണ്ടിപ്പരിപ്പ് ഒരു അണ്ടിപ്പരിപ്പിനെ 2ആയി സ്പ്ലിറ്റ് ചെയ്തതിന് ശേഷം അത് ഇട്ട് കൊടുക്കുക. അതൊരു 5-6 ഇട്ട് കൊടുക്കുക. നമുക്ക് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ചെറിയൊരു ഗോൾഡൻ കളർ ആവുന്ന വരെ അങ്ങ് ഫ്രൈ ചെയ്തെടുക്കാം. ഓക്കെ, ചെറുതായിട്ടൊരു ഗോൾഡൻ കളർ വന്ന സമയത്ത് നമുക്ക് ഇതിൽ നിന്ന് മാറ്റാം കേട്ടോ. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് കിസ്മിസ് ഇട്ട് കൊടുക്കാം. കിസ്മിസ് എന്ന് പറഞ്ഞാൽ ഉണക്കമുന്തിരി. അതും ഇതുപോലെ തന്നെ ഒന്ന് വീർത്ത് വരുന്ന സമയത്ത് എടുക്കാം. ഇത് കരിയാൻ നിൽക്കരുത് കേട്ടോ. കരിഞ്ഞ് കഴിഞ്ഞാൽ ഒരു കൈപ്രസം വരെ. ഇനി നമുക്കിതിലേക്ക് സവാള, നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന സവാളയില്ലേ, അത് ചേർത്ത് കൊടുക്കാം. അപ്പം നമ്മൾ ബിരിയാണിയുടെ പോലെ ഒരുപാട് എണ്ണയിലല്ല സവാള വറുക്കുന്നത്. അത് പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക. കുറച്ച് എണ്ണയിൽ സവാള നന്നായിട്ട് ബ്രൗൺ കളർ ആവുന്നവരെ ആക്കിയെടുത്താൽ മതി കേട്ടോ. ഈ പുലാവ് ഉണ്ടാക്കുമ്പോൾ ഏറ്റവും സമയം നഷ്ടപ്പെടുന്നത് ഇതിന് വേണ്ടി മാത്രമാണ് കേട്ടോ. അതായത് സവാള വഴറ്റാൻ വേണ്ടി മാത്രമാണ്. അപ്പോൾ ഞാൻ ഇതേപോലെ തന്നെ ഒരുപാട് റെസിപ്പീസ് സെർച്ച് ചെയ്തിട്ടാണ് ഞാനിപ്പോൾ ഇത് ഉണ്ടാക്കുന്നത്. കാരണം നമുക്ക് ഈ കാശ്മീരി പുലാവ് എന്ന് പറയുമ്പോൾ ബേസിക്കലി കഴിച്ചിട്ടുള്ള ശീലം ഉണ്ടെന്നല്ലാതെ അങ്ങോട്ട് എന്താണ് പെർഫെക്റ്റ് ഇൻഗ്രീഡിയൻസ് എന്ന് അറിയില്ലല്ലോ. അപ്പോൾ ഞാൻ കുറേ നോക്കിയപ്പോൾ ചില ബ്ലോഗുകളിൽ ചിലർ എഴുതിയിട്ടുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അവർ ഡ്രൈ ജിഞ്ചർ പൗഡർ, അതായത് ചുക്കുപൊടി ഇടുന്നുണ്ട്, അതുപോലെ തന്നെ പെരിഞ്ജീരകത്തിൻ്റെ പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പക്ഷേ എന്തോ എനിക്കത് താല്പര്യമില്ലാത്തതുകൊണ്ട് ഞാനത് ചേർക്കുന്നില്ല കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക്
വേണമെന്നുണ്ടെങ്കിൽ ഇതിലോട്ട് ചോറ് ഫ്രൈ ചെയ്യുന്ന സമയത്ത് പെരുംജീരകത്തിന്റെ പൊടിയും ചുക്കുപൊടിയൊക്കെ ചേർത്ത് കൊടുക്കാവുന്നതേ ഉള്ളൂ. അത് നിങ്ങളുടെ താല്പര്യത്തിനനുസരിച്ച് മാറ്റം വരുത്തിക്കോളും. സവാളയുടെ കളർ മാറിയിട്ടുണ്ട്. ഇനി നമുക്ക് എടുക്കാം. ഇനി കൂടുതൽ സമയം വെച്ച് കഴിഞ്ഞാൽ ഓവറായിട്ട് അങ്ങ് കരിഞ്ഞു പോകും. ഇനി പുറത്ത് ഇരുന്ന് കഴിയുമ്പോൾ തന്നെ സവാളയുടെ കളർ മാറി കുറച്ചും കൂടെ ബ്രൗൺ ആവും. അപ്പോൾ ഈ സമയമാകുമ്പോഴേക്ക് നമുക്കങ്ങ് കോരി മാറ്റി വെക്കാം. ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ റൈസ് ശരിയാക്കാൻ തുടങ്ങും. അതിന് വേണ്ടി ഞാനിവിടെ ഒരു കുക്കർ എടുത്തിട്ടുണ്ട്. ഇപ്പോൾ കുക്കറിൽ ചെയ്യണമെന്ന് ഒരു നിർബന്ധമില്ല കേട്ടോ. കുക്കറിലാണെങ്കിൽ പെട്ടെന്ന് പെടാന്ന് പറഞ്ഞ് കഴിയും. പക്ഷേ സാധാരണ നമ്മുടെ പാനിലാണെങ്കിൽ, അതായത് ശരിക്കും കടായി ഉണ്ടെങ്കിൽ അതിലോട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ വെള്ളം ഒഴിക്കുന്ന അളവ് മാത്രം കുറച്ച് വ്യത്യാസം വരും. അപ്പോൾ കുക്കറിലാണെങ്കിൽ നമുക്ക് മൊത്തത്തിൽ പാലും വെള്ളം അടക്കം 1.25 ഗ്ലാസ് മതി വെള്ളത്തിൻ്റെ അളവ്, ലിക്വിഡിൻ്റെ അളവ്. അതേസമയം നമ്മൾ അടച്ചു വെച്ച് വേവിക്കുകയാണെന്നുണ്ടെങ്കിൽ കുക്കർ ഇല്ലാത്തവർക്കാണെങ്കിൽ 2 ഗ്ലാസ് ഒക്കെ വേണ്ടി വരും വെള്ളം. ഓക്കെ, അപ്പോൾ ഞാനിപ്പോൾ എന്തായാലും ഒരു കുക്കർ എടുത്തിട്ടുണ്ട്. അപ്പോൾ നെയ്യിൻ്റെ മണം ഇല്ലാണ്ട് വേണ്ട അല്ലേ. അപ്പോൾ ഞാനിപ്പോൾ ഒരു ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് മീഡിയം ഫ്ലെയിമിൽ നമുക്ക് തീ വെച്ചതിന് ശേഷം അതിലോട്ട് 2 ഏലക്കായ, ഒരു കഷ്ണം പട്ട, 2 ഗ്രാമ്പു ഇട്ട് കൊടുക്കുക. ഒന്ന് വഴറ്റി കൊടുക്കുക. ഈ സ്പൈസസിൻ്റെ ആ ഒരു നല്ല വാസനയൊക്കെ ഇതിലോട്ട് വരുന്നുണ്ട്. ഓക്കെ, ഞാനിവിടെ ഇപ്പോൾ ഉപയോഗിച്ചിരിക്കുന്നത് ബസ്മതി റൈസാണ്. ബസ്മതി റൈസ് എന്ന് പറഞ്ഞാൽ ഞാൻ ഉപയോഗിച്ചിരിക്കുന്ന ബ്രാൻഡ് ഇന്ത്യ ഗേറ്റിൻ്റെ ക്ലാസിക്കാണ് ബസ്മതി റൈസ്. 1-2-3 മിനിറ്റ് നമുക്ക് വഴറ്റണം. എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ചോറ് കുതിർന്ന് പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ നെയ്യിലിട്ടൊന്ന് വഴറ്റി കൊടുക്കുന്നത് കേട്ടോ. ഓക്കെ, ഇത് മതിയാവും. ഇനി നമ്മുടെ പാല് ചേർത്ത് കൊടുക്കാം. നന്നായി മിക്സ് ചെയ്യുക. ബാക്കി നമുക്കിനി ഇതിലോട്ട് ചേർത്ത് കൊടുക്കേണ്ടത് 1.5 ഗ്ലാസ് വെള്ളം. ഞാൻ എപ്പോഴും ഉപയോഗിക്കാറില്ല. 240 ml ഗ്ലാസ്സിൽ 1.5 ഗ്ലാസ് വെള്ളം എടുത്തിട്ടുണ്ട്. മൊത്തത്തിൽ ലിക്വിഡിൻ്റെ അളവ് 1.25 ഗ്ലാസ്. ഇപ്പോൾ സൈഡിലത്തെ ചോറൊക്കെ ഒന്ന് ഇതിലോട്ട് തന്നെ തിരിച്ച് മാറ്റുക. ഇനി നമുക്കിതിലേക്ക് ആവശ്യമുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കണം. ഉപ്പ് ഇട്ടതിന് ശേഷം ഒന്ന് മിക്സ് ചെയ്തിട്ട് നോക്കുക. ഇച്ചിരി ഉപ്പ് മുന്നോട്ട് നിൽക്കണം. ഞാൻ എപ്പോഴും പറയാറുള്ള പോലെ തന്നെ ബിരിയാണിയിലാണെങ്കിലും പുലാവിലാണെങ്കിലും നോക്കുമ്പോൾ ഒരല്പം മാത്രം മുന്നോട്ട് നിൽക്കണം. അപ്പോഴാണ് ആ റൈസിലോട്ട് നന്നായിട്ട് ഉപ്പ് പിടിക്കുകയുള്ളൂ. ഞാൻ ജസ്റ്റ് ഇതിൻ്റെ ടേസ്റ്റ് നോക്കട്ടെ. കറക്റ്റായിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു നുള്ളു പഞ്ചസാര കേട്ടോ. കാശ്മീരി പുലാവിൽ ചെറിയൊരു മധുരമാണ്. അപ്പോൾ കുട്ടികളുടെ പുലാവായതുകൊണ്ട് ഇച്ചിരി മാത്രം പഞ്ചസാര ചേർത്ത് കൊടുക്കുക. ഇനി ഹൈ ഫ്ലെയിമിൽ തീ വയ്ക്കുക. നന്നായി തിളയ്ക്കുന്നുണ്ട്. നമുക്ക് അടച്ച് വെക്കാം. ഹൈ ഫ്ലെയിമിൽ തന്നെ ഒരു വിസിൽ കേട്ടോ. വെയിറ്റ് വയ്ക്കാൻ മറക്കരുത്. ഒരു വിസിൽ വരുമ്പോൾ നമുക്ക് ഓഫ് ചെയ്യാം. ഒരു വിസിൽ വന്നു കേട്ടോ. വിസിൽ വന്നു. നമുക്ക് മാറ്റി അപ്പുറത്തെ അടുപ്പിലോട്ട് മാറ്റി വയ്ക്കാം. ഇനി അതിൻ്റെ കംപ്ലീറ്റ് പ്രഷർ മാറിയതിന് ശേഷം ഓപ്പൺ ചെയ്ത് നോക്കാം. അപ്പോൾ ഇതിൻ്റെ കംപ്ലീറ്റ് പ്രഷറൊക്കെ പോയിട്ടുണ്ട്. ഒരു 15 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. നല്ല ഭംഗിയുള്ള ചോറ്. അപ്പോൾ ഒരു ഫോർക്ക് എടുക്കുക. ഫോർക്ക് വെച്ചിട്ട് നമുക്കിങ്ങനെ താഴേന്ന് മുകളിലോട്ട് ഇങ്ങനെ ആക്കി കൊടുക്കുക. അപ്പോൾ നമുക്കിങ്ങനെ ഇപ്പോൾ നോക്കുമ്പോൾ കുറച്ച് ചോറ് വെന്ത പോലെ തോന്നും. പക്ഷേ കുറച്ച് കഴിയുമ്പോൾ കറക്റ്റ് ആയിക്കോളും. വെള്ളം കുറഞ്ഞു കഴിഞ്ഞാൽ എന്ത് പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒട്ടും തന്നെ കുക്കാവാണ്ട് ഇങ്ങനെ ഡ്രൈ ആയിരുന്നു കഴിഞ്ഞാൽ പുലാവ് കഴിക്കാൻ ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പോൾ നമുക്ക് ഇനി എന്ത് ചെയ്യണം, ഇതിലോട്ട് നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഫ്രൂട്ട്സും അതുപോലെ തന്നെ നട്ട്സും ചേർത്ത് കൊടുക്കുക. പിന്നെ ഗാർണിഷ് ചെയ്യാൻ കുറച്ച് മാത്രം മാറ്റി വയ്ക്കാം. അതുപോലെ തന്നെ ഫ്രൂട്ട്സ്, മാതളം, പൈനാപ്പിൾ അലർജി ആണെന്നുണ്ടെങ്കിൽ പൈനാപ്പിൾ ഉപയോഗിക്കേണ്ട. അതുപോലെ തന്നെ ആപ്പിൾ ഞാൻ ഇപ്പോഴേ കട്ട് ചെയ്തിട്ടുള്ളൂ കേട്ടോ. ഇത്ര ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഫൈനലായിട്ട് നമുക്ക് കുറച്ച് ഉള്ളി, അത് ഗാർണിഷ് ചെയ്യുമ്പോഴും അതിൻ്റെ മുകളിൽ ഇട്ട് കൊടുക്കുക. ഇതിൽ കുറച്ച് എല്ലാം കൂടി അങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കുക. ഞാനിതിൻ്റെ ടേസ്റ്റ് ഒന്ന് നോക്കട്ടെ. സംഭവം കിടുവായിട്ടുണ്ട്. ഇപ്പം നെയ്യ് ഇഷ്ടമില്ലാത്തവരാണെങ്കിൽ ഓയിൽ മാത്രം ഉപയോഗിച്ചാൽ മതി. പ്രത്യേകിച്ച് ശ്രദ്ധിക്കാം. ഇപ്പോൾ ഇതിൻ്റെ കൂടെ വെജിറ്റബിൾ ജാൽ ഫ്രൈസ് ആണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതിൻ്റെ വീഡിയോ ഞാൻ ഓൾറെഡി ഇട്ടിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ തരാം. അപ്പോൾ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുള്ള ഏത് കറിയുടെ കൂടെ വേണമെങ്കിൽ കഴിക്കാം. ഗോബി മഞ്ചൂരിയനോ അതല്ലാന്നുണ്ടെങ്കിൽ പനീറോ അങ്ങനെ എന്താണ് നിങ്ങൾക്ക് താല്പര്യം അതനുസരിച്ച് ചെയ്തോളൂ കേട്ടോ. അപ്പോൾ ഞാനിതൊരു സെർവിങ് ബോളിലോട്ട് മാറ്റിയിട്ട് ഡെക്കറേറ്റ് ചെയ്ത് ഫോട്ടോ എടുത്തതിന് ശേഷം കൊണ്ടുവരാം. ഞാൻ ഫോട്ടോ എല്ലാം എടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ സിമ്പിളാണ്, അതേസമയം പവർഫുള്ളാണ്. ഞാൻ എപ്പോഴും പറയാറുള്ള പോലെ തന്നെ എല്ലാവരും തയ്യാറാക്കി നോക്കുക. ഈസി പീസി ആയിട്ടുള്ള നമ്മുടെ കാശ്മീരി പുലാവ്. അതിനുശേഷം ഫീഡ്ബാക്ക് പറയാൻ മറക്കരുത്. പിന്നെ ഇതെന്ന് പറഞ്ഞാൽ 2 പേർക്ക് കഴിക്കാൻ പറ്റുന്ന അളവാണ് ഞാൻ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ 4 പേർക്കൊക്കെ വേണമെന്നുണ്ടെങ്കിൽ 2 ഗ്ലാസ് അരി എടുക്കേണ്ടി വരും. ഓക്കെ, യു ഓൾ എ വെരി ഹാപ്പി ദിവാലി. എൻജോയ്. അപ്പോൾ അടുത്ത അടിപൊളിയായിട്ടുള്ള റെസിപ്പി ആയിട്ട് വരുന്നവരെ നന്ദി, നമസ്കാരം. താങ്ക് യു. ഭാര്യനെ സഹായിക്കാൻ വേണ്ടിയിട്ട് ചപ്പാത്തി കുഴയ്ക്കാൻ പറഞ്ഞിട്ട് ഇരുന്ന് കുഴയ്ക്കണം. നോക്കി ഒരു കയ്യിൽ ഫോൺ. ചപ്പാത്തി 1 ഹാൻഡിൽ കുഴക്കില്ല, 2 കൈകൊണ്ട് ചപ്പാത്തി കുഴക്കാൻ പറ്റും. കുറച്ച് കഴിയുമ്പോൾ ഞാൻ താങ്കൾ എറിഞ്ഞു കൊടുക്കും. ഇതാണ് ഇവിടുത്തെ കാര്യങ്ങള്. ഇതൊക്കെ ചെയ്ത് കിട്ടില്ലേ, വലിയ കാര്യം. ആണോ? താങ്ക് യു. എന്റെ കഴുത്തോടിച്ചതിന്റെ പരിഹാരമായിട്ടില്ലേ. കുറെ പേര് ചോദിക്കുന്നത് അനുസരിച്ചിട്ട് കഴുത്ത് എങ്ങനെയുണ്ട് ചേട്ടൻ, അടിച്ച് ഒതുക്കിയോ അങ്ങനെ ചോദിക്കേണ്ടി വരുന്നു. കുഴപ്പമില്ല,
ഇങ്ങനെ പോണു. വെള്ളിയാഴ്ച എനിക്ക് ഡോക്ടറെ പോയി കാണണം. പറഞ്ഞ് പറഞ്ഞു കൊടുക്കും ഞാൻ.